BJP ബന്ധവിവാദത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ നീക്കിയിരിക്കുന്നു. ഇന്നലെ ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് നടപടി. TP രാമകൃഷ്ണൻ LDFന്റെ പുതിയ കൺവീനറാകും. നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ EP ജയരാജൻ കണ്ണൂരിലെ വീട്ടിലെത്തി. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് ഇക്കരെ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് EP ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ നടപടിയെടുത്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിക്കാനുള്ള ആയുധമാകുമെന്നായിരുന്നു CPIMന്റെ ആദ്യ നിലപാട്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകുന്നതിലുള്ള CPIയുടെ അതൃപ്തി ഉയർത്തി MV ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ EP ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന VN വാസവന്റെ അഭിപ്രായം EP ജയരാജനെ ക്ഷുഭിതനാക്കി. പിന്നാലെ ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. പാർട്ടിക്കുള്ളിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്കൊടുവിലാണ് EP ജയരാജന് സ്ഥാനം തെറിച്ചത്. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണനായിരിക്കും പുതിയ LDF കൺവീനർ. പ്രകാശ് ജാവദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ EPയുടെ വിശദീകരണം. കണ്ണൂരിലെത്തിയ EP ജയരാജൻ ഒറ്റവാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്, ശരിയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം വൈകിട്ട് 3:30 CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് തീരുമാനമറിയിക്കും. കുറച്ചു വൈകിയെങ്കിലും ഒരു മുഴം മുൻപേയുള്ള CPIMന്റെ ഏറാണ് EP ജയരാജന്റെ സ്ഥാനചലനം. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുക കൂടി CPIM ലക്ഷ്യമിടുന്നു. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. പാർട്ടി പറയുന്ന ചുമതല ഏറ്റെടുക്കുമെന്ന് TP രാമകൃഷ്ണൻ. ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തും. മാറ്റത്തിന്റെ കാരണം നേതൃത്വം വിശദീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക, സാധ്യതയ്ക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക. സാധാരണ നിലയിൽ പാർട്ടിയിൽ എടുക്കുക, പാർട്ടി തീരുമാനം അറിയിക്കുക, ആ തീരുമാനം നടപ്പിലാക്കുക. ഇത്തരമൊരു നിലപാടാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ആളെ സമ്മതം വാങ്ങിയിട്ട് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലയിൽ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് അഭിപ്രായം, ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. CPIMലെ തലപ്പൊക്കമുള്ള നേതാവിന്റെ പടിയിറക്കം BJP ബന്ധത്തിന്റെ പേരിലായത് EP എന്നും വേട്ടയാടും. സംഘടനാ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടി സെക്രട്ടറി എന്ന സന്ദേശമാണ് MV ഗോവിന്ദൻ നൽകുന്നത്. പിഴവുകൾ ആവർത്തിക്കുമ്പോഴും EPയെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന പിണറായിയും ഇത്തവണ തുണയായില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തറും ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാറും ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റൌത്തറിലേക്കാണ്. ഷഫീദ്, അങ്ങനെ EPക്കെതിരെ നടപടി വരുന്നു. 3:30 MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. ഔദ്യോഗികമായി എങ്ങനെയായിരിക്കും CPIM ഇതിനെ വിശദീകരിക്കുക? ഷഫീദ്. ഉന്മേഷ, BJP ബാന്ധവത്തിന്റെ പേരിലാണ് EP ജയരാജന് സ്ഥാനമൊഴിയേണ്ടി വന്നത് എന്നുള്ളൊരു പരസ്യ പ്രതികരണത്തിലേക്ക് CPIM കടക്കില്ല. കാരണം അങ്ങനെ കടന്നാൽ അത് പാർട്ടിയെ തന്നെ ആശങ്കപ്പെടുത്തുന്ന തുടർ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും എന്നുള്ളതാണ് CPIMന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. സംസ്ഥാന കമ്മിറ്റിയിലും സമാനമായ ചില അഭിപ്രായങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പകരം വ്യക്തിപരമായ കാര്യങ്ങളാൽ ഒരുപക്ഷെ സ്ഥാനം മാറുന്നു എന്നുള്ള ഒരു വിശദീകരണമായിരിക്കും CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് സാധൂകരിക്കുന്ന പ്രതികരണം MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം EP ജയരാജൻ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും CPIMനെ സംബന്ധിച്ചൊരു മുഖം രക്ഷിക്കൽ നടപടി കൂടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം CPI തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ CPIMനെ സമ്മർദ്ദത്തിലാക്കി. അതിനുമപ്പുറത്തേക്ക് മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം, പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്ന അഭിപ്രായം, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് LDF സ്ഥാനത്ത് EP ജയരാജന് സ്ഥാനചലനം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനത്തിന് മുന്നോടിയായി താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തുക, പകരം ഏതെങ്കിലും തരത്തിൽ താഴെത്തട്ടിൽ നിന്ന് ഉയരുന്ന, നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ അതിനെ തണുപ്പിക്കുക, അങ്ങനെ കൂടി ലക്ഷ്യമിടുന്നുണ്ട് ഈ അച്ചടക്ക നടപടി കൊണ്ട്. ഒരു മുഴം മുൻപേ എറിഞ്ഞുള്ള CPIMന്റെ നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കുറച്ച് വൈകിയാണ് എടുത്തത് എന്നുള്ളത് മാത്രമാണ് ഉയരുന്ന ഒരു ചോദ്യം. അതും ഒരു വിശദീകരണമായി CPIMന് മറുപടി പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കൂടാതെ ഇനി വരാനിരിക്കുന്ന
തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി നൽകുന്ന സന്ദേശം കൂടിയായി ഇത് മാറുന്നുണ്ട് ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ബി ദിലീപ് കുമാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, നമ്മൾ കണ്ടതാണ് ആ വിമാന യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴൊക്കെ സംരക്ഷക സ്ഥാനത്ത് EP ആയിരുന്നു. എല്ലാ കാലത്തും EP-യുടെ സംരക്ഷണമായിരുന്നു പിണറായി. ഇപ്പോൾ അതിനൊരു മാറ്റം വരികയാണല്ലോ. പിണറായി കൂടി കൈവിട്ടിരിക്കുന്നുവല്ലോ EP-യെ. ദിലീപ് കുമാർ. ഉന്മേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനെ കൈവിട്ടു എന്ന തോന്നൽ അദ്ദേഹത്തിന് തന്നെ, അതായത് EP ജയരാജന് തന്നെ തോന്നുകയും അതേ തുടർന്നാണ് ഇന്നലെ അദ്ദേഹം രാജിസന്നദ്ധത ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കുകയും ചെയ്തത്. ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP വിഷയം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് റിപ്പോർട്ട് ചെയ്തത്. CPIക്ക് EP ജയരാജൻ ഇപ്പോഴും LDF കൺവീനറായി തുടരുന്നതിലുള്ള അതൃപ്തി, BJP ബന്ധവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണം ഉയർന്ന നേതാവാണ് EP ജയരാജൻ. പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ കണ്ടു എന്ന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വെളിപ്പെടുത്തിയ നേതാവാണ് EP ജയരാജൻ. അതുകൊണ്ട് ആ കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമായിരുന്നില്ല. അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് CPI നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ കാര്യം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ചെറിയ വാക്കേറ്റവും ഈ യോഗത്തിലുണ്ടായി. താൻ സ്ഥാനമൊഴിയാൻ സന്നദ്ധനാണ് എന്ന കാര്യം EP ജയരാജൻ പറഞ്ഞപ്പോൾ അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന മന്ത്രി കൂടിയായ VN വാസവൻ അദ്ദേഹം EP ജയരാജനോട് പറഞ്ഞത് നേരത്തെ തന്നെ താങ്കളെ ഒഴിവാക്കിയതാണല്ലോ എന്ന നിലയിലുള്ള പരാമർശം നടത്തി. ആ പരാമർശം നടത്തുമ്പോഴും മുഖ്യമന്ത്രി മൗനമായിരുന്നു യോഗത്തിൽ പാലിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇക്കാര്യത്തിൽ VN വാസവനാണ്, അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായമാണ് എന്ന് EP ജയരാജൻ ധരിക്കുകയും അത് അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില ആൾക്കാരോട് ആ നിലയിലുള്ള ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി കൈവിട്ടു എന്ന തോന്നൽ EP ജയരാജൻ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം EP ജയരാജനെതിരായിട്ടുള്ള പല കാര്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന നിലയിലും EP ജയരാജൻ അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദം, മുകേഷിൻ്റെ രാജി വിഷയം അടക്കമുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കൂടി തൻ്റെ പേര് ഇതിലേക്ക് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിലേക്ക്, അതായത് BJP വിവാദം വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ് എന്ന നിലയിലുള്ള പരാമർശങ്ങളൊക്കെ EP ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ആൾക്കാരോട് അങ്ങനെ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളതായാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി കൈവിട്ടതാണ് EP-യുടെ രാജിയിലേക്ക് എത്തിയത്. നമുക്കറിയാം, നേരത്തെ വിഭാഗീയത CPIM-ൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ജില്ലാ കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് തുണയായിരുന്നത് EP ജയരാജനായിരുന്നു. ആ സൗഹൃദം പലപ്പോഴും പിന്നീടുള്ള വിവാദങ്ങളിലൊക്കെ EP ജയരാജന് സഹായകമായിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി കൈവിട്ടതോടുകൂടി EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ചിരിക്കുകയാണ്. ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഷഫീദ് റാവുത്തറും.